ഹലോ ഓൾ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലായിടത്തും നല്ല മഴയായിരിക്കും, എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു അടിപൊളി ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി അച്ചാർ റെസിപ്പിയാണ്. നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കുന്നത് ചൂരയും അതുപോലെ തന്നെ ടൂണ മീനില്ലേ അതും അതുപോലെ നമ്മുടെ ചെമ്മീനും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 300 ഗ്രാം ചൂരയും അതുപോലെ തന്നെ 300 ഗ്രാം ചെമ്മീനും എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ പീസായിട്ട് നമ്മൾ ടൂണ മീൻ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് മസാല ചെയ്തെടുക്കണം. നമ്മൾ നോർമലി ഫ്രൈ ആക്കാൻ ഉപയോഗിക്കുന്ന മസാല തന്നെ മതിയാകും. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നോർമലി എങ്ങനെയാണോ നമ്മുടെ മീനൊക്കെ ഫ്രൈ ആക്കാനായിട്ട് മസാല ചെയ്യുന്നത് ആ ഒരു മസാല തന്നെ മതിയാകും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കണം. അതിന് മുന്നേ ഒരു ടീസ്പൂണോളം ഓയിൽ കൂടി നിങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ ഈ മസാല ഒന്ന് നന്നായിട്ട് പിടിച്ച് കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മളൊന്ന് മാഗ്നേറ്റ് ചെയ്ത ശേഷം ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്താൽ നന്നായിട്ട് ഈ മസാല ഒന്ന് പിടിച്ച് കിട്ടും. ഇപ്പോൾ ദാണ്ട് ഒരു 15 മിനിറ്റിന് ശേഷം നമ്മളിതൊന്ന് ഫ്രൈ ആക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കാനായിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ഈ മസാല ആക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നോർമലി ഫ്രൈ ആക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് മൂപ്പ് കൂട്ടിയെടുക്കുക. നമ്മൾ അച്ചാറാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ കുറച്ചധികം ദിവസം നമുക്ക് സൂക്ഷിക്കാനായിട്ട് ഒന്നുകൂടി നമ്മൾ നോർമലി ഫ്രൈ ആക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് കളറാക്കി എടുക്കുക, ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ദാണ്ട് ഇത് ഫ്രൈ ആകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ കൊണ്ട് തന്നെ ഇതാവും കേട്ടോ. അപ്പോൾ ദാണ്ട് ഈ ഒരു പരിവായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഞാൻ ദാണ്ട് ഈ ഒരു മൂപ്പായ ശേഷം ഞാനിത് എണ്ണയിൽ നിന്നും കോരി മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അച്ചാർ തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ ദാണ്ട് ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് നമ്മുടെ കൊഞ്ചും അതുപോലെ ചൂരയും കൂടി കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതേ ഓയിലിലേക്ക് തന്നെ നമുക്ക് മസാല ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും അതുപോലെ 3-4 പച്ചമുളകും കൂടി ചതച്ചത് ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മുടെ മുഴുവൻ മുളകില്ലേ അത് ഒരു സെൻറ്റർ ഒന്ന് കട്ടാക്കിയ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പിടി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ നമ്മുടെ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് പിക്കിൾ പൗഡർ അച്ചാർ പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഈസ്റ്റേൻ്റെ ഒരു അച്ചാർ പൊടി എടുത്തിട്ട് അതിൽ നിന്നും പകുതി കവർ, നമ്മൾ 1 കവർ പൊടി എടുക്കുക, അതിൽ നിന്നും പകുതി പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ മസാലയും നമ്മുടെ വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നമ്മുടെ ഈ മസാലയുടെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ. ഈ ടൈമിൽ നിങ്ങൾ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഫ്ലെയിം വെച്ച് കൊടുക്കാനായിട്ടുള്ളത്. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം നമ്മുടെ പുളിവെള്ളമില്ലേ പുളിയുടെ പൾപ്പ് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ സാധാ നോർമൽ ഒരു നെല്ലിക്ക വലിപ്പത്തിന് പുളി എടുത്തിട്ട് അതിൻ്റെ പൾപ്പ് എടുക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ചധികം നാൾ വെക്കാനായിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം നമ്മുടെ വിനാഗിരി സുർക്കയില്ലേ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു 2 സെക്കൻഡ് മാത്രം മിക്സാക്കിയാൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കൊഞ്ചും അതുപോലെ കൊഞ്ചെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിരിക്കുമായിരിക്കും. കാര്യം ഞങ്ങളുടെ നാട്ടിൽ ചെമ്മീൻ കൊഞ്ചെന്നും പറയാറുണ്ട് കേട്ടോ. നമ്മുടെ ചെമ്മീനും അതുപോലെ നമ്മുടെ ചൂരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ടൂണ മീനും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. കാര്യം നമ്മൾ മസാല ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ നിങ്ങളൊന്ന് മിക്സാക്കിയ ശേഷം ചേർത്താൽ മതി. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചൂര അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂര ചെമ്മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ.
അപ്പോൾ അതിൻ്റെ ഒരു 2 സെക്കൻഡ് ഈ ഒരു മസാലയിലിട്ട് ഒന്ന് ചൂടാക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് നമുക്ക് 1 മാസത്തോളം, 1 മാസമല്ല അതിൽ കൂടുതൽ വേണമെങ്കിലും, നമ്മൾ വിനാഗിരിയൊക്കെ ഒഴിച്ചത് കൊണ്ട് തന്നെ അതിൽ കൂടുതൽ വേണമെങ്കിലും നമുക്ക് ടിന്നിൽ സൂക്ഷിച്ച് വെക്കാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ ഉണങ്ങിയ സ്പൂൺ കൊണ്ട് മാത്രമേ ഇത് പിന്നെ എടുക്കാവൂ. അല്ലാതെ എടുക്കുമ്പോഴാണ് കേട്ടോ വേഗം ചീത്തയായി പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ചൂര അച്ചാറിൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ആക്കി കൊടുക്കുക. സബ്സ്ക്രൈബ് ആകാതെ കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. പുതിയ റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു. ബൈ.